നമ്മളോട് ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ ക്ഷണിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും. മുൻപൊരിക്കൽ ഞാൻ നിങ്ങളുമായി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഒരു കുഞ്ഞിക്കിളി വളരെ കഷ്ടപ്പെട്ട് ഒരു കൂട് കൂട്ടി ആറ്റുനോറ്റു 2 മുട്ടകൾക്ക് കാവലിരുന്ന കഥ. മറന്നുപോയോ? ഒരു ഒളിഞ്ഞു നോട്ടത്തിൻ്റെ കഥ. പെട്ടെന്നൊരു നാൾ ആ 2 മുട്ടകളും അപ്രത്യക്ഷമായതിൻ്റെ കഥ. വേദനയോടെ സങ്കടത്തോടെയുള്ള ആ കുഞ്ഞിക്കിളിയുടെ കരച്ചിലെന്ന് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഏത് കാറ്റിനെയും പേമാരിയെയും അതിജീവിക്കാൻ കഴിവുള്ള ഇവരുടെ ഈ കലാവിരുത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. പ്രകൃതിയുടെ അലിഖിത നിയമമാവാം. ഒരിക്കൽ ഒരു കിളിയാൽ ഉപേക്ഷിക്കപ്പെട്ട കൂട്ടിലേക്ക് ഒരിക്കലും ആ കിളിക്കോ മറ്റു കിളികൾക്കോ ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കലും അവൾ ആ കൂട് അന്വേഷിച്ചു വന്നിട്ടേയില്ല. ഇപ്പോഴും ആ കൂട് അനാഥമായി എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ആ കൂട് ഉപേക്ഷിച്ച് പോയവൾ ദാണ്ടെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. പുതിയ സ്ഥലത്ത് പുതിയൊരു കൂടും പുതിയ 2 മുട്ടകളുമായിട്ട്. മുട്ട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ കൂട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മുട്ട അതെൻ്റെ ഒരു പ്രതീക്ഷയാണ്. എന്നെ കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ച കൂട് അവളായിട്ട് തന്നെ എനിക്ക് കാട്ടിത്തന്നു. ഒരിക്കൽ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇത്തവണ ആരുടെയും കണ്ണിൽ അങ്ങനെ പെട്ടെന്ന് പെടാത്ത രീതിയിലാണ് അവൾ കൂട് വെച്ചത്. പക്ഷേ എന്തു ചെയ്യാം, എൻ്റെ കാര്യത്തിൽ അവൾക്ക് ശരിക്കും തെറ്റുപറ്റി. ഞാൻ കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിച്ചു. അവളില്ലാത്തൊരു ദിവസം കൂട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി ഞാൻ കണ്ട കാഴ്ച, എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഇത്രയും നാൾ അവൾ ആരെയും കാണിക്കാതെ ഇവരെ കാത്തു സൂക്ഷിച്ചു വെച്ചു. ഇപ്പം ഞാനും അമ്മക്കിളിയും ഇപ്പോൾ നിങ്ങളും അല്ലാതെ വേറെ ആരും ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാനായിട്ട് ഇനി ആരോടും പറയില്ല, നിങ്ങളും പറയില്ലല്ലോ അല്ലേ?